സ്വർഗത്തിലെ വ്യത്യസ്ത ദർജകൾ തമ്മിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമുണ്ടായിരിക്കും. ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അമലുകൾ കൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ അധ്വാനം, പരിശ്രമം അത് വ്യത്യസ്ത രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ ശ്രമിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അത് എങ്ങനെ ഈ പറയുന്ന പരസ്പര വ്യത്യാസമുള്ള പരിശ്രമങ്ങളിൽ ഏറ്റവും നല്ല പരിശ്രമമാക്കി മാറ്റാൻ സാധിക്കും എന്ന് നമ്മൾ ശ്രമിക്കുക. അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗ്ഗം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളിൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അമലുകൾ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാക്കുക. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കുക. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമല് കാണണം, അവൻ അതിൽ തൃപ്തിപ്പെടണം, പ്രതിഫലം നൽകണം, നാളെ അവനെ കണ്ടുമുട്ടണം എന്നൊരു നിയത്ത് മാത്രമാക്കുക. പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന അമലുകൾക്ക് അതിൻ്റെ പ്രതിഫലം ഇരട്ടിയാകും. നമുക്കറിയാം, ഒരു സ്ത്രീ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീ, വേശ്യയായൊരു സ്ത്രീ, വ്യഭിചാരിണിയായൊരു സ്ത്രീ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയി. അല്ലാഹു തആല അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. എന്താ കാരണം? ഇഖ്ലാസ് കാരണമാണ്. ആ നായ ഒരിക്കലും ഇങ്ങോട്ടൊരു പ്രത്യുപകാരം ചെയ്യാനില്ല. മരുഭൂമിയിൽ വെച്ചാണ് വെള്ളം കോരി കൊടുക്കുന്നത്. അതൊരാളും കാണാനില്ല, പ്രശംസിക്കാനില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് മാത്രം ഒരു അമൽ ചെയ്തു. അല്ലാഹു തആല അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. അതുപോലെ തന്നെ അമലുകളുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇഹ്സാൻ എന്നുള്ളത്. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അള്ളാഹുവിനെ ഞാനിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഈ അമൽ ചെയ്യുക എന്ന് ചിന്തിച്ചിട്ട്, ഏത് അമലാണെങ്കിലും, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും, ഒരു സാധുവിന് സ്വതക്ക ചെയ്യുന്നതാണെങ്കിൽ, അള്ളാഹുവിനെ ഞാനിപ്പോൾ കാണുന്നുണ്ട് ഈ സ്വതക്ക ചെയ്യുന്ന സമയത്ത്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ സ്വതക്ക ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. എല്ലാ അമലുകളും, അത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെങ്കിലും, ഒരു സാധുവിനെ സഹായിക്കലാണെങ്കിലും, ഏത് രൂപത്തിലുള്ള അമലുകളാണെങ്കിലും അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയൻസരിഫു മിൻ സ്വലാത്തിഹി, ഒരാൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കും, സലാം വീട്ടും, വമാ കുതിബ ലഹു മിൻ സ്വലാത്തിഹി ഇല്ലാ അശ്റുഹ, അവന് ആ നമസ്കാരത്തിൻ്റെ 10-1 പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. തുസ്ഉഹ തുമുനുഹ സുബുഹ, വേറൊരാൾക്ക് 9-1, ചിലപ്പോൾ 8-1, ചിലപ്പോൾ 7-1, അങ്ങനെ പറഞ്ഞ് അവസാനം ഇല്ല നിസ്ഫുഹ, ചിലർക്ക് പകുതി ഉണ്ടാകും. അപ്പോൾ മാക്സിമം പകുതിയാണ് പറഞ്ഞത്, അതിൽ കൂടുതൽ കിട്ടാൻ പ്രയാസമാണെന്നർത്ഥം. അപ്പോൾ ഈ പ്രതിഫലം കിട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇഹ്സാൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവിടെ എല്ലാവരും ഒരുമിച്ചാണ് നമസ്കരിക്കുന്നത്, ഒരേ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ, അള്ളാഹുവിനെ കാണുന്ന ആ ഒരു അത്രയും ആത്മാർത്ഥതയോടുകൂടി, അത്രയും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അമൽ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള അമലുകൾ, അന്നഫ്ഉൽ മുതഅദ്ദി, അല്ല, മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുള്ള അമലുകൾക്ക് പ്രതിഫലം കൂടും. ചില സമയത്ത് മറ്റുള്ള ചില അമലുകളെക്കാൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഒരു മനുഷ്യന് ഉപകാരമുണ്ടായി എന്നതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കിട്ടും. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും കൂടി യാത്രയിലായിരുന്നു. അപ്പോൾ ചിലർ നോമ്പ് മുറിച്ചു, കുറേ ആൾക്കാർ നോമ്പ് തുടർന്നു. അപ്പോൾ നോമ്പ് മുറിച്ച ആളുകൾ, നോമ്പ് നോറ്റ ആളുകൾക്ക് വേണ്ട ഖിദ്മത്തൊക്കെ ചെയ്യാൻ തുടങ്ങി, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹബൽ മുഫ്തിറൂന ബിൽ അജ്ർ, ഇന്ന് പ്രതിഫലം നോമ്പ് മുറിച്ചവർക്കാണ്, അവരാണ് ഇന്ന് കൂടുതൽ പ്രതിഫലം നേടുക എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു അമലാണെങ്കിലും എത്രമാത്രം സുന്നത്ത് പിന്തുടരുന്നുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ച് പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ നമസ്കാരം, നമ്മൾ ഏതായാലും നമസ്കരിക്കുകയാണ്, അപ്പോൾ നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ പാലിക്കുക. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് കൈ ഉയർത്തുക, അത് സുന്നത്താണ്. അല്ലെ, കൈ എവിടെ വരെ ഉയർത്തണം? തോൾ വരെ, അല്ലെങ്കിൽ ചെവി വരെ. അതിൽ താഴെ കൈ ഉയർത്തിയാൽ അതിനെ റഫ്ഉൽ യദൈൻ എന്ന് പറയുകയില്ല. കൈ ഉയർത്തുക എന്നുള്ള സുന്നത്തിൽ അത് പെടുകയില്ല. കുറേ ആൾക്കാർ കൈ ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്, നെഞ്ച് വരെ, അല്ലെങ്കിൽ അതിലും താഴെ വയറ് വരെ. അത് കൈ ഉയർത്തലല്ല. അങ്ങനെ ചെയ്യുന്നതും നേരെ കൈയെടുത്ത് നെഞ്ചത്ത് വെക്കുന്നതും ഒരുപോലെയാണ്. ആ സുന്നത്ത് അവിടെ കൈ ഉയർത്തുക എന്നുള്ള സുന്നത്ത് കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ സുന്നത്തുകളുണ്ടോ നമസ്കാരത്തിൽ, ഏതായാലും നമസ്കരിക്കുകയാണ്, പ്രത്യേകിച്ച് സമയമൊന്നും കൂടുതൽ ചിലവഴിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് ഒന്നും കഷ്ടപ്പെടാനില്ല, പഠിച്ചാൽ മതി. എന്തൊക്കെയാണ് നമസ്കാരത്തിലെ സുന്നത്തുകളെന്ന് പഠിക്കുക, അതുപോലെ പാലിച്ചുകൊണ്ട് നമസ്കരിക്കുക. മറ്റ് ഏത് അമലാണെങ്കിലും, ഏതൊരു ഇബാദത്താണെങ്കിലും അത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. അതുപോലെ തന്നെ അമലുകളുടെ പ്രതിഫലം വർദ്ധിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ആ അമൽ ചെയ്യാൻ
ധൃതി കാണിക്കുക, നേരത്തെ പോയി അത് ചെയ്യുക, അതിൻ്റെ സമയമായാൽ വൈകിപ്പിക്കാതിരിക്കുക. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോ യഅലമൂന മാ ഫി തഹ്ജീർ ലസ്തബഖു അലൈഹി. നമസ്കാരത്തിന് നേരത്തെ പുറപ്പെടുന്നത്, തഹ്ജീർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ളുഹർ നമസ്കാരത്തിന് നേരത്തെ പുറപ്പെടുന്നതിലുള്ള പ്രതിഫലം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ ലസ്തബഖു അലൈഹി, അവരതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു. ആരാണ് ആദ്യം എത്തുക എന്ന് മത്സരിക്കുമായിരുന്നു. അല്ലെ, വെള്ളിയാഴ്ചയൊക്കെ ജുമാക്കൊക്കെ നേരത്തെ പുറപ്പെടുക. നേരത്തെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ സലഫുകളുടെ കാലത്ത് അവർ ചെയ്തിരുന്നത് കണ്ടാൽ അത്ഭുതപ്പെടും. ഫജ്ർ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ജുമാക്ക് പള്ളിയിൽ പോകും, കുളിച്ച് മാറ്റി പള്ളിയിലേക്ക് പോകും. അതുപോലെ തന്നെ ഇഷ്റാഖിൻ്റെ ആ സമയം കഴിഞ്ഞാൽ പുറപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ ചെയ്തിരുന്നത്. ജുമാക്ക്, അതുപോലെ തന്നെ മറ്റുള്ള വക്തുകൾക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലെത്തുക, ഇഖാമത്തിന് മുമ്പ് എന്തായാലും എത്തുക, ഒന്നാമത്തെ തക്ബീർ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മത്സരിക്കുക. ഇങ്ങനെ ഏതൊരു അമലാണെങ്കിലും അത് ഏറ്റവും നമുക്ക് സാധിക്കുന്ന സമയത്ത്, അതിൻ്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ, ആദ്യ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ അമലുകളുടെ കസറത്ത്, ധാരാളം അമലുകൾ ചെയ്യുക എന്നുള്ളതും ആവശ്യം തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഉള്ളതുപോലെ തന്നെ ഇഖ്ലാസ് വേണം, ഇഹ്സാൻ വേണം, സുന്നത്ത് പഠിക്കണം, മനസ്സിലാക്കി അത് അനുസരിച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ അമലുകളുടെ അളവ് കൂട്ടുന്നതും പ്രധാനം തന്നെയാണ്. ഇതൊക്കെ പറയുന്നതുകൊണ്ട് അമലുകൾ എത്ര ചെയ്തു എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള ഗുണങ്ങൾ അതിലുണ്ടോ എന്നുള്ളതാണ് കാര്യം എന്നത് മനസ്സിൽ കരുതി അമലുകളുടെ അളവ് കുറക്കുക എന്നല്ല. ഒരു സംഭവം സഹാബത്തിൻ്റെ കാലത്തുണ്ടായത് നിങ്ങൾ കേട്ടിരിക്കും. ഒരു സഹാബി, അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം സ്വപ്നം കണ്ടു ഈ രണ്ട് സഹോദരങ്ങളെ. അതിലൊരാൾക്ക് സ്വർഗത്തിൽ കൂടുതൽ പദവി കിട്ടിയിട്ടുണ്ട്. ഈ ഷഹീദായ ആളെക്കാളും ഉയർന്ന പദവിയാണ് മറ്റേ ആൾക്ക്, അടുത്ത വർഷം മരിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഒരു വർഷം കൂടി ജീവിച്ചിരുന്നില്ലേ, ആ ഒരു വർഷത്തിൽ അദ്ദേഹം നോമ്പ് നോറ്റില്ലേ, ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമലുകളുടെ എണ്ണം അളവും കൂടുന്നതനുസരിച്ച് അതും ആവശ്യം തന്നെയാണ്, അതിനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അമലുകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള അമലുകൾ ഏതാണ് എന്ന് അന്വേഷിച്ച് പഠിച്ച് അത് ചെയ്യുക. അത് ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമാണ്. അല്ലെ, കുറേ സമയം നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാളും ചിലപ്പോൾ അതിനേക്കാൾ മഹത്വമുള്ള ഒരു പ്രവൃത്തി അത് കുറച്ച് സമയം ചെയ്താൽ പ്രതിഫലമുണ്ടാകും. കുറേ സമയവും കുറേ അധ്വാനവും കുറേ സമയം അധ്വാനിക്കുകയും കുറേ കഷ്ടപ്പെടുകയും ചെയ്ത ആളെക്കാളും ചിലപ്പോൾ അയാൾ ചെയ്തതിനേക്കാൾ നല്ല പ്രവൃത്തി ചെയ്ത് പ്രതിഫലം നേടാൻ സാധിച്ചു എന്ന് വരാം. അതുകൊണ്ടാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ധാരാളമായി ചോദിച്ചിരുന്നത്. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അതുപോലെ തന്നെ അയ്യുൽ ഇസ്ലാമി അഫ്ദൽ എന്നൊക്കെ സഹാബത്ത് ചോദിച്ചത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസിൽ കാണാം, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണ്? അല്ല, അവർക്കറിയാഞ്ഞിട്ടല്ല. ഇസ്ലാമിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഇതൊക്കെ അവർക്കറിയാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിയാണ്, ഉള്ള സമയം കൊണ്ട് ഏറ്റവും നല്ല അമൽ ചെയ്താൽ കൂടുതൽ പ്രതിഫലം നേടാം എന്നുള്ള മത്സര ബുദ്ധിയാണ് അവർക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തു അല വഖ്തിഹ, സമയത്ത് നമസ്കരിക്കുക, ഫർദ് നമസ്കാരം. അപ്പോൾ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ ഏതാണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. സുമ്മ അയ്യു, പിന്നെ ഏതാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ്. അപ്പോൾ ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ് നമസ്കാരവും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. താബിഈയായിട്ടുള്ള മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം രാത്രി സുഖമില്ലാത്ത രോഗിയായ ഉമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട്, ഉമ്മയുടെ കാല് തിരുമ്മിക്കൊടുത്തുകൊണ്ട് ഇദ്ദേഹം രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാത്രി നമസ്കരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ ഉഹിബ്ബു അൻ തകൂന ലൈലതി ബിലൈലതിഹി, എൻ്റെ ഈ രാത്രി, ഞാൻ ഇന്ന് രാത്രി ചെയ്ത ഈ അമൽ, അതിന് പകരം അവൻ ചെയ്ത അമൽ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുകയില്ല, എനിക്ക് അത് താല്പര്യമില്ല. അഥവാ ഈ ഉമ്മാൻ്റെ കാല് തിരുമ്മി കൊടുക്കുക എന്നുള്ളത് ചെറിയ അധ്വാനമുള്ള കാര്യമാണ് നമസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച്. പക്ഷേ ആ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം എനിക്ക് തരാം, ഈ പ്രതിഫലം അവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുകയില്ല. കാരണം എന്താണ്? അത് വെറുതെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല, ഈ ഹദീസാണ് കാരണം. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അതിൽ നമസ്കാരം ഫർദ് നമസ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിർറുൽ വാലിദൈനാണ്. അതിന് ശേഷം ജിഹാദൊക്കെ കഴിഞ്ഞ് എവിടെയാണ് ഖിയാമുൽ ലൈൽ വരിക? കുറേ താഴെയായിരിക്കും. അപ്പോൾ അതിനേക്കാളും പ്രധാനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ അമലുകളിൽ കൂടുതൽ നല്ലത് ഏതാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ ഇടയിൽ ഉള്ള സമയം. എന്ത് ചെയ്യണം? ആ സമയത്ത് പ്രാർത്ഥന സുന്നത്താണ്, ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അതല്ലാത്തൊരു സമയമാണെന്ന് വിചാരിക്കുക. നമ്മൾ പള്ളിയിൽ ഇരിക്കുകയാണ്, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ സമയമുണ്ട്. അരമണിക്കൂർ എന്ത് ചെയ്യണം? നമസ്കരിക്കാം, ഖുർആൻ ഓതാം, ദിക്ർ ചെല്ലാം, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ കൂടുതൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഏറ്റവും ലാഭകരമായി ഈ സമയം എങ്ങനെ ചിലവഴിക്കാം എന്ന് ചിന്തിക്കും. അപ്പോൾ ഏറ്റവും പ്രതിഫലമുള്ള കാര്യം ഖുർആൻ പാരായണം ചെയ്യുകയാണ്. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദിക്റാണ്. ആ ദിക്റിൽ ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ. അതുപോലെ അതിന് ശേഷമാണ് ദുആ ചെയ്യുക എന്നുള്ളത് ദിക്റിൻ്റെയും താഴെയാണ്. ഇപ്പോൾ ഒരാളൊരു 10 മിനിറ്റ് ഇരുന്ന് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അതേസമയം 10 മിനിറ്റ് തന്നെ മറ്റൊരാൾ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചവനേക്കാളും അല്ലാഹു തആല നന്മ ചെയ്യുക, അല്ലാഹു തആല പ്രതിഫലം നൽകുക ഈ ദിക്ർ ചൊല്ലിയവനായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ മഹത്വമാണ് ദിക്റിലൂടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രതിഫലാർഹമായ പ്രവൃത്തി ഏതാണ് എന്ന് അന്വേഷിച്ച് അമലുകളുടെ ഫളായിൽ പറയുന്ന ഫളായിലുൽ അമാലിനെ കുറിച്ച് പറയുന്ന കിതാബുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് നമ്മുടെ പരിശ്രമങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടാകാനും ഈ പറഞ്ഞ ഇന്ന സഅയക്കും ലശത്ത എന്നതിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താനുമുള്ള മറ്റൊരു മാർഗ്ഗമാണ് മുസ്ലിം ഉമ്മത്തിന് കൂടുതൽ ആവശ്യമുള്ള അമൽ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യുക. നമ്മുടെ ആവശ്യം മാത്രമല്ല, മുസ്ലിം സമുദായത്തിന് കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്താണ് എന്ന് നോക്കിയിട്ട് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് അൽ ഹദീദിൽ പറഞ്ഞു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യകാലത്ത് മക്ക ഫത്ഹിന് മുമ്പ് ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് സദഖ ചെയ്യുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവൻ അതിനുശേഷം വന്ന ആളുകളും ഇവനും ഒരുപോലെ ആവുകയില്ല. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദ് വഖാതലു. പിൽക്കാലത്ത് വന്ന് യുദ്ധം ചെയ്യുകയും സദഖ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തവരെക്കാളും ഇവർക്കാകുന്നു ഉയർന്ന പ്രതിഫലമുള്ളത്. കാരണം എന്താണ്? മുസ്ലിം സമുദായത്തിന് സദഖ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമായിരുന്നു മക്ക കാലഘട്ടം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ നഫഅനി മാലു റജുലിൻ മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിൻ്റെ പണം കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടായതുപോലെ മറ്റൊരാളുടെ പണം കൊണ്ട് ഉപകാരമുണ്ടായിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സദഖ ചെയ്തിരുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ തുക സദഖ ചെയ്ത ആളുകൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു സദഖ ചെയ്തത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്തായിരുന്നു. അതുപോലെ തന്നെ യുദ്ധവും, ആദ്യകാലത്ത് യുദ്ധം ചെയ്ത ആളുകൾ ഏറ്റവും അഫ്ദലായ സഹാബത്ത് ആരാണ്? ബദരീങ്ങളാണ്, അല്ലേ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. അശറത്തുൽ മുബശ്ശറൂൻ കഴിഞ്ഞാൽ പിന്നെ ബദരീങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള ആളുകൾ വരുന്നത്. ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി, ഗനീമത്ത് കിട്ടി. അതിനുശേഷം ഉണ്ടായ ചില യുദ്ധങ്ങളിൽ പരാജയമുണ്ടായിട്ടുണ്ട്, കുറേ ആളുകൾ ഷഹീദായിട്ടുണ്ട്. അപ്പോൾ ഈ കുറേ ആളുകൾ ഷഹീദായ യുദ്ധത്തെക്കാളും അതിൽ പങ്കെടുത്ത ആളുകളെക്കാൾ മഹത്വമുള്ളത് ബദറിൽ പങ്കെടുത്ത ആളുകൾ. എന്തുകൊണ്ടാണ്? ആവശ്യം അവിടെയായിരുന്നു. അപ്പം അതുപോലെ നമ്മുടെ സമുദായത്തിന് ആവശ്യമുള്ള കാര്യം, സമുദായത്തിന് ആവശ്യമുള്ളത് എന്താണ്? ഏറ്റവും പ്രധാനമായി സമുദായത്തിന് ആവശ്യമുള്ളത് ദീനിയായ ഇൽമാണ്, തൗഹീദാണ്. കാരണം അള്ളാഹുവിൻ്റെ സഹായം തൗഹീദ് കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ദീൻ കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിം സമുദായത്തിൻ്റെ വിജയം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്, അല്ലേ? നമ്മുടെ ഭൗതികമായ കഴിവുകൾ കൊണ്ടും അസ്ബാബുകൾ കൊണ്ടുമല്ല വിജയം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് അവർ ലോകം മുഴുവൻ കീഴടക്കി. ലോകത്തിൻ്റെ അന്ന് അറിയപ്പെട്ട ലോകത്തിൻ്റെ ഏകദേശം പകുതിയോളം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അന്ന് ശത്രുക്കൾക്ക് സഹാബത്തിനേക്കാളും ആയുധബലമുണ്ടായിരുന്നു, അംഗബലമുണ്ടായിരുന്നു. പക്ഷെ വിജയിക്കാനുള്ള കാരണം എന്താണ്? ദീനാണ്. അപ്പോൾ ദീനാണ് അടിസ്ഥാന കാരണം. ആ അടിസ്ഥാന കാരണം ബലപ്പെടുത്താൻ വേണ്ട പരിശ്രമം ചെയ്യുക, ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. കാരണം അള്ളാഹുവിൻ്റെ സഹായം അവൻ ഇഷ്ടപ്പെടുന്നവർക്കേ ഉണ്ടാവുകയുള്ളൂ. ഒരു ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഉഹദ് യുദ്ധത്തിൽ സഹാബത്ത് പരാജയപ്പെട്ടു. ആലോചിച്ച് നോക്കും. അപ്പോൾ മാസിയത്തുകൾ മുങ്ങിക്കൊളിച്ച് കിടക്കുന്ന നമ്മളൊക്കെ എങ്ങനെയാണ് വിജയിക്കുക ശത്രുക്കൾക്കെതിരെ? അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? അതുണ്ടാകാൻ ആദ്യം നമ്മൾ സ്വയം സംസ്കരിക്കുക. അതുപോലെ നമ്മുടെ ചുറ്റുപാടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ അടുത്ത വൃത്തങ്ങളിലേക്ക് ഈ സംസ്കരണം പകർത്താൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഓരോ നാട്ടിലും ആവശ്യമായ കാര്യങ്ങളുണ്ടാകും, മറ്റു ഭൗതികമായ കാര്യങ്ങളുണ്ടാകും, ആവശ്യമായ പ്രവർത്തനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. മുസ്ലിം സമുദായത്തിന് ആവശ്യമുള്ള ഏത് കാര്യമാണെങ്കിലും
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രേഷ്ഠമായ പരിശ്രമങ്ങളെന്ന് പറയുന്നത്. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പരിശ്രമങ്ങൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ അതിലേറ്റവും മുന്തിയത് ഈ വക കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്.